എത്രയോ തവണയാണ് അവർ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ തവണയാണ് അവർ വിമർശകരുടെ വ്യാമോഹങ്ങളെ ശിഥിലമാക്കുന്നത്. എത്രയോ തവണയാണ് എതിരാളികളുടെ സ്വപ്നങ്ങളെ തകർത്ത് കളയുന്നത്. എത്രയോ തവണയാണ് തങ്ങളുടെ ആരാധകരുടെ ആത്മവിശ്വാസത്തെ കാത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ബാഴ്സലോണ പരാജയത്തെക്കുറിച്ച് യാതൊരു ഭയവും പേറുന്നില്ല. അവർ ആ പഴയ പ്രതാപത്തിൻ്റെ സുവർണ്ണ നേട്ടങ്ങളെ തിരികെ കൊണ്ടുവന്ന് വിരാജിക്കുകയാണ്, അത്ഭുതപ്പെടുത്തുകയാണ്. ഈ മത്സരത്തിൽ പോലും അതിങ്ങനെ റിക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ ആസ്വദിക്കാൻ സാധിക്കാത്തവർക്ക് തീരാ നഷ്ടം തന്നെയാകും. 2 ഗോളുകൾക്ക് പുറകിൽ നിന്നിട്ട് പോലും ബാഴ്സലോണ തിരികെ വരുന്നത് എത്ര സുന്ദരമാണ്. സമകാലിക ഫുട്ബോളിൽ ബാഴ്സലോണയേക്കാൾ മികച്ചൊരു ടീമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാറ്റാലന്മാരുടെ സ്വന്തം തട്ടകത്ത് വെച്ച് നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടം. എതിരാളികളായി വരുന്നത് UCL സീസണിൽ ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയിട്ടുള്ള ഡിഫൻസീവ് മാന്ത്രികരായ ഇന്റർ മിലാൻ. കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആരാധകരും കാണികളും ഇതുവരെ കണ്ടതിലെ ഏറ്റവും മികച്ച പോരാട്ടം കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി തയ്യാറായിരുന്നു. ഡിഫൻസും അറ്റാക്കും തമ്മിലുള്ള മത്സരമായി അത് മാറുമായിരുന്നു. കാറ്റാലൻ ഭീമന്മാരുടെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് എതിരാളികളെ എപ്പോഴും ഭയപ്പെടുത്താറുള്ളതാണ്. എന്നാൽ മാച്ച് തുടങ്ങി 1 മിനിറ്റ് പൂർണ്ണമാകുന്നതിന് മുന്നേ തുറാനിലൂടെ ലീഡ് കൊണ്ടുവരുന്ന മിലാൻ തങ്ങളെ ആ ഭയം ഒട്ടും ബാധിച്ചിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആദ്യ മിനിറ്റിൽ ഒരു പതർച്ചയ്ക്ക് ശേഷം ബാഴ്സലോണ നിരന്തരം വിങ്ങിലൂടെയും മിഡിലൂടെയും മിലാൻ ഗോളിയെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പൂർണ്ണമായ പന്തടക്കത്തോടെ കളിച്ച ബാഴ്സലോണയിൽ നിന്നും പൊസിഷൻ നേടിയെടുക്കുവാൻ മിലാൻ ഏറെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ മാച്ചിൻ്റെ 21-ാം മിനിറ്റിൽ മിലാൻ അനുകൂലമായി ഒരു കോർണർ കിക്ക് ലഭിക്കുന്നുണ്ട്. വായുവിലേക്ക് ഉയർന്നു വന്ന പന്തിനെ ഡംഫ്രീസ് ബാഴ്സയുടെ വലയിലേക്ക് കൊണ്ട് നിറയൊഴിക്കുന്നു. മിലാൻ 2 ഗോളുകൾക്ക് ലീഡെടുക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ ബാഴ്സലോണ അവിടെ അവസാനിച്ചെന്ന് കരുതിയവരുടെ ഊഹാപോഹങ്ങളെല്ലാം പിന്നീട് തെറ്റുകയായിരുന്നു. മിലാൻ്റെ ലീഡ് ബാഴ്സലോണയുടെ അറ്റാക്കിനെയോ മെൻറ്റാലിറ്റിയോ തെല്ലും ബാധിച്ചതേയില്ല. UCL ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീമായ ബാഴ്സയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നത് അവരുടെ പെർഫോമൻസിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു. 24-ാം മിനിറ്റിൽ തന്നിലേക്ക് വന്ന പന്തിനൊരു മാന്ത്രികൻ്റെ കരവിരുത് പോലെ തട്ടി ബോക്സിനുള്ളിൽ നിന്നും വായുവിലൂടെ ഒരു ലോങ് ചിപ്പ് മിലാൻ്റെ ബോക്സിലേക്ക്. മിലാൻ്റെ ഗോൾ കീപ്പർ സോമറിന് തനിക്ക് മുകളിലൂടെ പറന്നിറങ്ങുന്ന ആ പന്തിനെ വീക്ഷിച്ച് നിൽക്കുവാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. പിന്നീട് അറ്റാക്കും പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടം ഓരോ നിമിഷവും കാറ്റലോണിയൻ കാണികളെ മുൾമുനയിൽ നിർത്തി. 38-ാം മിനിറ്റിൽ ടൊറസിൻ്റെ ഗോളിലൂടെ ബാഴ്സലോണ സമനിലയിലേക്ക് എത്തുന്നുണ്ട്. അടിയും തിരിച്ചടിയുമായി മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഓരോ നിമിഷവും കോരിത്തരിപ്പ് സമ്മാനിച്ചു കൊണ്ടേയിരുന്നു. സെക്കൻഡ് ഹാഫിലും അടിയുടെ പൊടിപൂരം തന്നെ. 63-ാം മിനിറ്റിൽ സെറ്റ് പീസുകൾക്ക് പേരുകെട്ട മിലാൻ നേടിയെടുക്കുന്ന സെറ്റ് പീസിലൂടെ വീണ്ടും ലീഡെടുക്കുന്നു. പക്ഷേ ആ ലീഡിന് ആയുസ് വളരെ കുറവായിരുന്നു. 65-ാം മിനിറ്റിൽ റഫിനിയുടെ ബോക്സിന് പുറത്തുനിന്നുള്ള ബാങ്കർ ഗോളി സോമറിൻ്റെ ദേഹത്ത് തട്ടി ഗോളാകുന്നുണ്ട്. അവസാന 25 മിനിറ്റിൽ അറ്റാക്കിൻ്റെയും പ്രതിരോധത്തിൻ്റെയും മൂർച്ച കൂടിക്കൊണ്ടേയിരുന്നു. ഇരു ടീമുകളും സബ്സ്റ്റിറ്റ്യൂഷനും ടാക്ടിക്സും മാറ്റി ഉപയോഗിക്കുന്നതും മത്സരത്തിൻ്റെ വേഗത കൂട്ടിക്കൊണ്ടേയിരുന്നു. ഡിഫൻസിനും സെറ്റ് പീസിനും പേരുകെട്ട മിലാനും അറ്റാക്കിനും ബോൾ കൺട്രോളിനും പേരുകെട്ട ബാഴ്സയും തമ്മിലുള്ള ഈ മത്സരം ഇരുവരും തുല്യശക്തികൾ തന്നെയാണെന്ന് ഉറപ്പിക്കും വിധം 3-3 എന്ന നിലയിൽ സമനിലയിൽ പിരിയേണ്ടി വരുന്നു. 2-ാം പാദത്തിൽ മിലാൻ്റെ തട്ടകത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന മനോഭാവത്തോടെ. എഴുത്തിനേക്കാളും അവതരിപ്പിച്ചതിനേക്കാളും ത്രില്ലർ സമ്മാനിച്ച മത്സരം. വല്ലപ്പോഴും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള 2 ടീമുകൾ തമ്മിൽ ശക്തി തെളിയിച്ച മത്സരം. പക്ഷേ എവിടെയായാലും ആരായാലും ബാഴ്സലോണയ്ക്ക് മുന്നിൽ 2 വട്ടം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്നവർ പരാജയങ്ങളെ ഇഷ്ടപ്പെടുന്നേയില്ല. ഇനി 2-ാം പാദത്തിലെ ത്രില്ലറിന് വേണ്ടി കാത്തിരിക്കാം.